ഹലോ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലീനം, ലായകം, ലായനി എന്നീ 3 ടോപ്പിക്കുകളാണ് നോക്കുന്നത്. ഇത് 8ാം ക്ലാസ്സിലെയാണ്. SCRT ആണ്. ഇപ്പോൾ SCRT എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണല്ലോ. ലീനം, ലായകം, ലായനി കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്താണ് ലീനം, എന്താണ് ലായകം, ലായനി? ഒരു എക്സാമ്പിളിന് ലായനി പറയാം. ഉപ്പ് ജലത്തിൽ കലക്കിയത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉപ്പ് ലായനി കിട്ടും. ഉപ്പ് ലായനി. ഉപ്പ് ജലത്തിൽ കലക്കിയപ്പോഴാണ് ഉപ്പ് ലായനി കിട്ടിയത് അല്ലേ? ഉപ്പ് ആണ് ജലത്തിൽ ലയിച്ചത്. അപ്പം ലയിച്ച് ചേരുന്ന പദാർത്ഥത്തെ ലീനം എന്ന് പറയുന്നു. ഉപ്പ് ഏതിലാണോ ലയിക്കുന്നത്? ജലത്തിൽ. അപ്പം ലീനം ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം. ലീനം എന്ന് വെച്ചാൽ ലയിച്ച് ചേരുന്ന പദാർത്ഥമാണ് ലീനം. ലായകം എന്ന് വെച്ചാൽ ലീനം ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം. ലീനവും ലായകവും ചേർന്നാൽ എന്ത് കിട്ടും? നമ്മുടെ ലായനി കിട്ടും. വേറൊരു ഉദാഹരണം, നമ്മളെ പഞ്ചസാര ജലത്തിൽ കലക്കി. അപ്പോൾ എന്ത് കിട്ടും? പഞ്ചസാര ലായനി കിട്ടും അല്ലേ? പഞ്ചസാര ലായനി കിട്ടും. അപ്പോൾ ഇതുപോലെ ലായനികൾ ഒരുപാടുണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ ജലത്തിനുണ്ട്. അതുകൊണ്ട് ജലത്തെ വിളിക്കുന്ന പേരാണ് സാർവിക ലായകം എന്ന് വിളിക്കും. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്, സാർവിക ലായകം ഏതെന്ന്. സാർവിക ലായകം ഏതാണ്? ജലം. എന്തുകൊണ്ടാണ് സാർവിക ലായകം എന്ന് വിളിക്കാൻ കാരണം? ഒട്ടുമിക്ക പദാർത്ഥങ്ങളെ ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്നാണ് വിളിക്കുന്നത്. താങ്ക് യു.